ഹായ് ഹലോ നമസ്കാരം. ജിഞ്ചർ മീഡിയ ഹെൽത്തിലേക്ക് സ്വാഗതം. ദേഷ്യം ഒരു സ്വാഭാവിക വികാരമാണ്. നമുക്ക് പലരോടും ദേഷ്യം തോന്നും. അത് എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ മിടുക്കിയിരിക്കുന്നത്. സത്യത്തിൽ പേരൻറ്റിങ് എന്ന് പറയുന്നത് നന്നേ ചെറുപ്പത്തിൽ ശൈശവം മുതൽ തുടങ്ങേണ്ടതാണ്. ഒരു വൈകാരിക പരിസരത്തിലുള്ള ചെറുപ്പക്കാരും കൗമാരപ്രായക്കാരൊക്കെ ഒരല്പം ലഹരി കൂടി ഉപയോഗിച്ചാൽ എങ്ങനെയിരിക്കും? എൻ്റെ കാഴ്ചപ്പാടിൽ ഈ തന്ത വൈബ്, തള്ള വൈബ്, അമ്മാവൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സങ്കല്പങ്ങളൊക്കെ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു സ്വാധീനത്തിൽ വന്നിട്ടുള്ളതാണ്. കാമുകിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല, വീട്ടുകാരൊരു മൊബൈൽ ഫോൺ മേടിച്ചു തരില്ല എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അത് ഉപയോഗിക്കുന്ന എല്ലാവരും വിമർശനാത്മകമായിട്ട് വിലയിരുത്തേണ്ടത്. 2025 തുടക്കത്തിൽ നമ്മൾ ഒരുപാട് കൊലപാതകത്തിൻ്റെ വാർത്തകളൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ജനുവരി 16 ചേന്നമംഗലത്ത് 3 പേരെ കൂട്ടക്കൊലപാതകം ചെയ്തത് മുതൽ ഇങ്ങ് താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരനായ ഷഹബാസ് എന്ന കുട്ടിയുടെ കൊലപാതകം വരെ. ഷഹബാസിന്റെ മരണത്തിന് കാരണമായവരുടെ മെസ്സേജസിൽ നിന്നും വളരെ വ്യക്തമാണ് എത്രമാത്രം ദേഷ്യം, എത്രമാത്രം വിദ്വേഷം അവർ കൊണ്ടു നടന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണ് യുവതലമുറയുടെ ഇടയിൽ ഇത്രയും ദേഷ്യം വർദ്ധിക്കുന്നത്? എന്തുകൊണ്ട് ഇതിങ്ങനെ അനിയന്ത്രിതമായി മുന്നോട്ട് പോകുന്നു? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CJ ജോൺ സാറാണ്. സർ, വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഹെൽത്ത്. സർ, ഇന്ന് യുവതലമുറയുടെ ഇടയിൽ ദേഷ്യം എന്ന് പറയുന്ന ഒരു ഇമോഷൻ വളരെ അനിയന്ത്രിതമായ രീതിയിൽ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ, കൊലപാതകങ്ങൾ വരെ നമ്മളിപ്പം വാർത്തകളിൽ കണ്ടു. അപ്പോൾ സാറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയായിരിക്കാം ഇതിലേക്ക് ഇവരെ നയിക്കുന്ന പ്രൈമറി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ദേഷ്യം ഒരു സ്വാഭാവിക വികാരമാണ്. നമുക്ക് പലരോടും ദേഷ്യം തോന്നാം. നമ്മളെ അകാരണമായിട്ട് കുറ്റപ്പെടുത്തുന്ന മാതാപിതാക്കളോട് ദേഷ്യം തോന്നാം, താഴ്ത്തി പറയുന്ന അധ്യാപകരോട് ദേഷ്യം തോന്നാം. അത് എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ മിടുക്കിയിരിക്കുന്നത്. അതിൻ്റെ ആവിഷ്കാരങ്ങൾ പരിധി ലംഘിക്കുമ്പം അതൊരു വലിയ പ്രശ്നമാകും. എന്തുകൊണ്ടാണ് അടുത്ത കാലത്തായിട്ട് നമ്മുടെ കൗമാരപ്രായക്കാരുടെയും കുട്ടികളുടെയും യുവാക്കളുടെയും ഒക്കെ ദേഷ്യത്തിൻ്റെ അതിരുകൾ ലംഘിച്ചു പോകുന്നത്? എന്തുകൊണ്ടാണത് തല്ലുമാലയിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണത് മറ്റൊരാളെ കൊല്ലുന്ന രീതിയിലേക്ക് പോകുന്നത്? ഇതാണ് നമ്മളെ ആകുലപ്പെടുത്തേണ്ട വിഷയം. ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ ഡിജിറ്റൽ നേറ്റീവ്സാണ്. അവർ പറന്നു വീണിരിക്കുന്നത് ഡിജിറ്റൽ ലോകത്തിലേക്കാണ്. സത്യത്തിൽ ഒരു സാമൂഹികവൽക്കരണത്തിന് ആളുകളുമായിട്ട് ഇതുപോലെ മുഖാമുഖം കാണേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആളുകളോട് മിണ്ടണം, അവർ പറയണ കേൾക്കണം, അവരുടെ ഒപ്പം ഇരുന്ന് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള പലതും ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ ലോകം വന്നതോടു കൂടിയിട്ട് നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു ചാറ്റിലൂടെ ഇമോജി ഇട്ടിട്ട് സങ്കടം പ്രകടിപ്പിക്കാം, ചിരി പ്രകടിപ്പിക്കാം, അതുപോലുള്ള പല കാര്യങ്ങളും, കോപം പ്രകടിപ്പിക്കാം, അങ്ങനെയുള്ള പലതും ചെയ്യാം. കൂടുതൽ സമയം നമ്മൾ ഈ തരത്തിലുള്ളൊരു ഡിജിറ്റൽ ലോകത്തിലേക്ക് ചുരുങ്ങുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് അവശ്യം വേണ്ടിയിട്ടുള്ള ചില സാമൂഹികവൽക്കരണത്തിൻ്റെ പാഠങ്ങളാണ്. എനിക്ക് തന്നോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ആ ദേഷ്യം നിയന്ത്രിക്കണം എന്നെനിക്ക് തോന്നത്തക്കെയുള്ള അനുഭവതലങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഞാൻ താനുമായിട്ട് മിണ്ടിയും പറഞ്ഞുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാവണം. അപ്പോൾ സാമൂഹികവൽക്കരണത്തിന് ആളുകളെ മുഖാമുഖം കണ്ട് മനസ്സിലാക്കി ഇടപെടുന്നത് കൊണ്ട് കുറേ കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്, എടുത്തുചാട്ടം കുറേ കുറയുന്നുണ്ട്. അതില്ലാതെ പോകുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കോപം, അതല്ലെങ്കിൽ ഒരു അക്രമഭാവം ഈ വിലക്കുകളില്ലാതെ ആവിഷ്കരിക്കപ്പെടാനുള്ള സാധ്യത കൂടും. എല്ലാവരുടെയും മനസ്സിലൊരു അക്രമിയുണ്ട്, എല്ലാവരുടെയും മനസ്സിൽ കോപിക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിൽ നിന്നും സാമൂഹിക ഇടപെടലുകളിൽ നിന്നും പഠിച്ചിട്ടുള്ള ചില മൂല്യബോധങ്ങളും ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള ചില ധാരണകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മളതിനെ ചവിട്ടി പിടിക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ ചവിട്ടി പിടിച്ചേ പറ്റൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഇടപെടലുകളെല്ലാം വൈകാരിക നിയന്ത്രണത്തിൻ്റെ ഒരു ചിട്ടപ്പെടുത്തലിന് ഉപകരിക്കാറുണ്ട്. ആ തരത്തിലുള്ളൊരു ചിട്ടപ്പെടുത്തൽ ഒരു സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ, മുഖാമുഖമുള്ള ബന്ധങ്ങളിലൂടെയൊക്കെ ഉള്ളൊരു ചിട്ടപ്പെടുത്തലിന് ഒരു ശോഷണം വരുന്നതായിട്ട് കാണുന്നുണ്ട്.
അങ്ങനെ പാകപ്പെട്ടു വരുന്ന ഒരു വൈകാരിക പരിസരത്തിലുള്ള ചെറുപ്പക്കാരും കൗമാരപ്രായക്കാരൊക്കെ ഒരല്പം ലഹരി കൂടി ഉപയോഗിച്ചാൽ എങ്ങനെയിരിക്കും? സ്വതവേ അവർക്ക് ആ വൈഭവങ്ങളില്ല. ജീവിത നിപുണതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യം വൈകാരിക നിയന്ത്രണമാണ്, ഇമോഷണൽ കൺട്രോളാണ്. മാറിയൊരു സാമൂഹിക പരിസരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ധാരാളം കുട്ടികളും ചെറുപ്പക്കാരും ഈ വൈകാരിക നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ നിരക്ഷരരാണ് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അങ്ങനെയൊരു വ്യക്തി ഒരു ലഹരി പദാർത്ഥം കൂടെ എടുത്തു കഴിയുമ്പോഴേക്കും യാതൊരു വിലക്കുകളുമില്ലാതെ കോപത്തെ ഏത് തരത്തിലും പ്രകടിപ്പിക്കാം എന്നുള്ളൊരു മനോനിലയിലേക്ക് എത്തിപ്പെടാറുണ്ട്. പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പല ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നോയെ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കാമുകി നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. വീട്ടുകാരൊരു മൊബൈൽ ഫോൺ മേടിച്ച് തരില്ല എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റാതെ കൊലവിളിയുമായി തുള്ളിച്ചാടുന്ന തരത്തിലുള്ള കോപം പ്രകടിപ്പിക്കുന്ന അവസ്ഥകൾ വരുന്നുണ്ട്. ഇതെല്ലാം മനോവികാസത്തിൽ വരുന്ന ഒരു പക്ഷേ പുതിയ കാലത്തിൻ്റെ ചില പരിമിതികളിൽ സംഭവിക്കുന്ന ചില പരാധീനതകളുടെ ഫലമാണ്. പക്ഷെ അതിൻ്റെ പ്രതിഫലനമായിരിക്കാം നമുക്ക് ചുറ്റും കാണുന്ന ഒരു ആങ്കർ സിൻഡ്രോം എന്ന് പറയുന്ന, ആങ്സൈറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്ന മാതിരി ഇനിയുള്ള കാലത്ത് ഒരു പക്ഷേ ആങ്കർ ഡിസോർഡർ എന്നുകൂടി പറയേണ്ട തലത്തിലേക്ക് നമ്മൾ ഈ കോപത്തിൻ്റെ പ്രകടനങ്ങളും അതുണ്ടാക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളും കുറ്റകൃത്യങ്ങളും ഒക്കെ കാണേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നു. സർ, ഇപ്പം ഈ പറഞ്ഞ പോലെ പണ്ട് നമ്മളെല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നത്, മുഖാമുഖം സംസാരിക്കുന്നതൊക്കെ ഇപ്പോൾ ഒരുപാട് കുറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ സാമ്പത്തിക അരക്ഷിതാവസ്ഥ, ഇതെല്ലാം ഈ പറയുന്ന ഒരു ആളുകളിൽ ഈ ദേഷ്യം എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൂട്ടാനായിട്ട് കാരണമായിട്ടുണ്ടോ? കോപത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൈരാശ്യം, ഇച്ഛാഭംഗം, ഈ തരം അവസ്ഥകൾ കോപത്തിനുള്ള വിത്തിടും എന്ന് പറയും. അഗ്രഷൻ ഫ്രസ്ട്രേഷൻ തിയറി എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുമ്പം നമ്മൾ പ്രതികരിക്കുന്ന ഒരു ശൈലി അഗ്രഷനാണ്, അതിൽ കോപമുണ്ട്. നമുക്ക് നൈരാശ്യമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇച്ഛാഭംഗം ഉണ്ടാക്കുന്ന പല ഘടകങ്ങളിലൊന്നാണ് ഈ സാമ്പത്തിക പരാധീനത, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ, അല്ലെങ്കിൽ പഠിച്ച ആ ബിരുദത്തിനനുസരിച്ചിട്ടുള്ള പ്രൊഫൈലിലുള്ള ജോലി ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നിരാശ ബാധിച്ചിട്ടുള്ള, ഇച്ഛാഭംഗം ബാധിച്ചിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരിൽ ചിലരെങ്കിലും ഈ കോപത്തിൻ്റെ ചിറകിലേറി അവരുടെ വ്യക്തിബന്ധങ്ങളിലെല്ലാം അലോസരമുണ്ടാക്കുന്ന രീതികളിലേക്ക് പോകുന്നുണ്ട്. പല വീടുകളിലും ഗാർഹിക പീഡനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഡയമെൻഷൻ വയലൻസ് തന്നെയാണ്. ജീവിത പങ്കാളിയെ തല്ലുക, അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് പാർട്ട്ണറെ തല്ലുക, ഇതെല്ലാം വളരെ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതിനെല്ലാം നമുക്ക് ന്യായമുണ്ട്. ഞാനിത് ചെയ്തത് എനിക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായത് കൊണ്ടാണ്, ഞാനിത് ചെയ്തത് നമ്മൾ വലിയ സാമ്പത്തിക കടത്തിലാണ്, അതുകൊണ്ടാണ് ചെയ്തത് എന്ന് ന്യായം പറഞ്ഞതുകൊണ്ട് അതിനോടുള്ള റിയാക്ഷനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. വൈ ഡു യു വാണ്ട് ടു ബി അഗ്രസീവ് ഇഫ് യു ഹാവ് എ പ്രോബ്ലം? ദർ ആർ ബെറ്റർ വേസ് ഓഫ് ഹാൻഡ്ലിങ് ഇറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിനെ, നിങ്ങളുടെ വൈകാരിക വിക്ഷോഭത്തിനെ കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ, പക്വമായ രീതിയിൽ, നിങ്ങളുടെ ഒപ്പമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട ആളെ നോവിക്കാതെ, ചുറ്റുമുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാതെ സ്വയം അതിനെ പരിഹരിച്ചു കൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ഈ വകതിരിവ് പലപ്പോഴും എടുത്തുചാട്ടക്കാർക്ക് ഉണ്ടാവില്ല. സർ, ഡിജിറ്റൽ ഏജിനെ പറ്റി സംസാരിച്ചു. ഇപ്പം ഡിജിറ്റൽ ഏജിൽ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇന്ന് അവൈലബിൾ ആണ്. ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എത്രത്തോളം ഈ പറയുന്ന ഒരു പ്രശ്നത്തിന് കാരണമാകുന്നുണ്ട്, എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എത്ര സമയം ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ ലോകത്ത് അഭിരമിക്കുന്നു എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. നമ്മൾ സ്വയം വിശകലനം ചെയ്യുമ്പം അത് നമ്മുടെ ഒരു സ്വഭാവ രൂപീകരണത്തിനും മനസ്സിൻ്റെ പാകപ്പെടുത്തലിനും ഒക്കെ ഉപയോഗിക്കേണ്ടിയിരിക്കുന്ന മറ്റ് പല പ്രവർത്തന മേഖലകളെയും വിഴുങ്ങും വിധത്തിലാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിന് പാരയാവും, ഉറപ്പാണ്.
അത് അതിൻ്റെ ദുസ്വാധീനത്തിൻ്റെ ഒരു തലം. രണ്ടാമത്തെ തലം, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എന്താണ്, അതിൽ നമ്മൾ എത്ര കണ്ട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. സോഷ്യൽ മീഡിയയിൽ കാണുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയാണ് എങ്കിൽ അത്രയ്ക്ക് അപകടമില്ല. പക്ഷെ നമ്മളൊന്ന് നോക്കിക്കേ, നമ്മുടെ ചെറുപ്പക്കാരും കൗമാരപ്രായക്കാരും ആരാധിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പ്രൊഫൈൽ എന്താണ്? അപൂർവം ചിലരെ ഒഴിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ഈ കുട്ടികളെ ആകർഷിക്കുന്നത് നിയമം ലംഘിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ്, അസോഷ്യലായിട്ടോ ആൻറ്റി സോഷ്യലായിട്ടോ പെരുമാറുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ്. അവരുടെ വാക്കുകളിലും ചേഷ്ടകളിലും ഒക്കെ അഗ്രഷൻ്റെയും കോപത്തിൻ്റെയും, ഒരു പക്ഷേ നമ്മൾ തിരുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സ്ഥാപനങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ടുമൊക്കെയാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ ഈ തന്തവൈബ്, തള്ളവൈബ്, അമ്മാവൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സങ്കല്പങ്ങളൊക്കെ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു സ്വാധീനത്തിൽ വന്നിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്ന ക്രിയാത്മകമായിട്ടുള്ള തന്തവൈബ് വേണം. ക്രിയാത്മകമായിട്ടുള്ള തന്തവൈബ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വാലിഡേഷൻ പ്രോസസ്സ് നടക്കില്ല. ഇപ്പോൾ നമ്മൾ ക്രിയാത്മകമായിട്ടുള്ള തന്തവൈബിനെ കുറിച്ചോ തള്ളവൈബിനെ കുറിച്ചോ അല്ലെങ്കിൽ അമ്മാവൻ കോംപ്ലക്സിനെ കുറിച്ചല്ല പറയണേ. ഇതൊക്കെ മോശമാണ് എന്നുള്ള രീതിയിലേക്കാണ് ഒരു സ്വാധീനങ്ങൾ വരുന്നത്. അങ്ങനെ സ്വാധീനങ്ങൾ വരുമ്പം കുട്ടികൾ മാതൃകയായിട്ട് ആരെ നോക്കും? ഈ ഇൻഫ്ലുവൻസേഴ്സ് ആ രീതിയിൽ ഒരു പ്രചരിപ്പിക്കപ്പെടുമ്പോഴുള്ള പ്രശ്നങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വയലൻസും സെക്ഷുവാലിറ്റിയും ഒക്കെ പലപ്പോഴും അത്ര കണ്ട് നല്ല രീതിയിലുള്ള സ്വാധീനമല്ല ഉണ്ടാക്കുന്നത്. ആത്മഹത്യയെക്കുറിച്ചിട്ടുള്ള ചില ഉദ്ബോധനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വാസ്തവത്തിൽ ആത്മഹത്യ എന്ന് പറയുന്നത് മറ്റൊരാളോട് എടുക്കുന്ന അക്രമം 360 ഡിഗ്രി തിരിഞ്ഞ് നമ്മളോട് എടുക്കുന്നതാണത്. ഇറ്റ്സ് ഓൾസോ അഗ്രഷൻ, ഇറ്റ്സ് ഓൾസോ ആങ്കർ. നമ്മൾ ആങ്കർ നമ്മളോട് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ, എനിക്ക് വേണമെങ്കിൽ ആങ്കർ നതാഷയോട് എടുക്കാം, അതിന് പകരം നതാഷയോടുള്ള ആങ്കർ ഞാൻ എന്നോട് എടുത്തു കഴിഞ്ഞാൽ അത് ആത്മഹത്യയായി. അപ്പം ബേസിക്കലി അതും കോപം തന്നെയാണ്, കോപം എന്നോട് തന്നെ കാണിക്കുന്നു. അപ്പം സോഷ്യൽ മീഡിയ നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അത് ഉപയോഗിക്കുന്ന എല്ലാവരും വിമർശനാത്മകമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട്. അത് വിലയിരുത്തിയില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള അഗ്രഷൻസ് ചാനലൈസ് ചെയ്യാനുള്ള അവന്യൂസ് നമ്മൾ ഉപയോഗിച്ചു എന്ന് വരില്ല. എനിക്ക് നല്ല കോപമുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഞാൻ പോയി ഒരു ടെന്നീസ് കളിച്ചു അല്ലെങ്കിൽ ഷട്ടിൽ കളിച്ചു, ആ തരത്തിൽ എൻ്റെ ഒരു കായിക പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അഗ്രഷനാണ് അതുവഴി കുറേയൊക്കെ അലിഞ്ഞു പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ ആ സമയത്ത് ആൻഡ്രോയിഡ് ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ദേഷ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് എത്രയും നേരത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്? അല്ലെങ്കിൽ ഈ ദേഷ്യം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു മാനസിക രോഗമായിട്ട് കാണാൻ കഴിയുമോ? ഈ ദേഷ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പേരൻറ്റിങ്ങിൽ വരുന്നൊരു വലിയ തകരാറുണ്ട്. ഇപ്പോൾ ഒരു 2 വയസ്സുള്ള കുട്ടി കുറച്ച് ഒപ്പോസിഷനിലായി, നിഷേധിയായി, അവൻ അനുസരിക്കുന്നില്ല, അവൻ നിസ്സാര കാര്യങ്ങൾക്ക് നിലത്ത് കിടന്ന് ഉരുളുന്നു, ബഹളം കൂട്ടുന്നു. അവൻ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് കൊടുത്തില്ലെങ്കിൽ അവൻ കോപം കാണിക്കുന്നു, വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ തല്ലി തകർക്കുന്നു, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു. ഈ തരത്തിലുള്ള ഒപ്പോസിഷണൽ ട്രെയ്റ്റ്സ് കാണുമ്പോൾ ആ പ്രായത്തിൽ പല മാതാപിതാക്കളും ഒരു പക്ഷേ വീട്ടിലുള്ള മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നത്, കൊച്ചുകുട്ടിയല്ലേ, അങ്ങ് സാധിച്ചു കൊടുത്തേരെ എന്ന് പറയും. സത്യത്തിൽ പേരൻറ്റിങ് എന്ന് പറയുന്നത് നന്നേ ചെറുപ്പത്തിൽ ശൈശവം മുതൽ തുടങ്ങേണ്ടതാണ്. അപ്പോൾ ശൈശവത്തിൽ പോലും ഒരു കുട്ടി ഭാവിയിൽ ഈ തരത്തിലുള്ള കോപപ്രകടനത്തിൻ്റെ വഴിയെ പോകാനിടയുള്ള ചില സൂചനകൾ കാണിക്കും. അതിന് കുട്ടിയാണ് എന്നുള്ള രീതിയിൽ അതിനൊരു ആനുകൂല്യം കൊടുത്ത് അതിനെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു രീതിയിലുള്ള വളർത്തലായി കഴിഞ്ഞാൽ അടയ്ക്ക ആകുമ്പോൾ മടിയിൽ വയ്ക്കാം. ഇത് അടയ്ക്കാമരമായിട്ട് വളർന്നൊരു 13 വയസ്സിൽ അവനീ അല്ലെങ്കിൽ അവൾ ഈ തരത്തിലുള്ള കോപപ്രകടനങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ കുറേ കൂടെ ബുദ്ധിമുട്ടാവും. മറ്റ് സ്വാധീന വലയങ്ങൾ കൂടും, ചങ്ങാതിമാരുടെ സ്വാധീന വലയങ്ങൾ കൂടും. അപ്പം തീരെ ചെറുപ്പത്തിലെ തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വൈകാരിക നിയന്ത്രണത്തിൻ്റെ ബാലപാഠങ്ങൾ
നഴ്സറി പാഠങ്ങൾ അപ്പോഴേ തുടങ്ങണം. അതിന് വഴങ്ങാൻ പാടില്ല. അത് ശാന്തമായി കഴിയുമ്പം ഈ ചെയ്തത് തെറ്റാണ്, ഇങ്ങനെയല്ല നിൻ്റെ കാര്യം സാധിക്കാനായിട്ട് ബഹളം ആവശ്യപ്പെടേണ്ടത്, ഈ തരത്തിലുള്ള പാഠങ്ങൾ അന്നേ തുടങ്ങേണ്ടതാണ്. നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7-8 വയസ്സ് വരെയൊക്കെ നമ്മൾ ഇത് അനുവദിച്ചു കൊടുക്കും, കുട്ടി എന്നുള്ള ആനുകൂല്യത്തിൽ. ഒരു പ്രീ ടീനേജൊക്കെ ആകുമ്പോഴാണ് ഇത് നമുക്ക് തലവേദനയാവുന്നത്. കാരണം ഇവൻ്റെ ആവശ്യങ്ങളുടെ ഡിഗ്രി കൂടി, അവന് 2 വീലർ വേണമെന്നായി, അല്ലെങ്കിൽ ഐഫോൺ വേണമെന്നായി, നമ്മുടെ കയ്യിലാണെങ്കിൽ പൈസയില്ല. ഇങ്ങനെയുള്ള തലത്തിലേക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് ഇവനൊന്ന് പാരൻറ്റിങ് നടത്തിയാലോ എന്ന് തോന്നുന്നത്. അപ്പോഴേക്കും അവൻ കുറേയൊക്കെ കൈവിട്ട് പോയിട്ടുണ്ടാവും. അപ്പം ഇത് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പക്ഷേ കുട്ടിയായിരിക്കെ തന്നെ ഇത്തരം ട്രെയ്റ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് പാകപ്പെടുത്തി എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കാം, മറ്റുള്ള കുട്ടികളെ ബുള്ളി ചെയ്യാം, ഉപദ്രവിക്കാം, ക്ലാസ്സിൽ ശല്യക്കാരായിട്ടിരിക്കാം, അധ്യാപകരോട് തിരിച്ച് എതിർത്ത് പറയുന്ന തരത്തിലുള്ള സ്വഭാവങ്ങൾ കാണിച്ചു എന്ന് വരാം, പഠനത്തിൽ അത്ര ശ്രദ്ധ കാണിച്ചു എന്ന് വരില്ല. ഒരുപക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള എന്തെങ്കിലും സൈക്കാട്രിക് ഡിസോർഡർ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. കുട്ടിയെ നന്നാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഒരു അധ്യാപകൻ ഒരു അച്ഛനെയോ അമ്മയോ വിളിച്ചിട്ട് മകന് അല്ലെങ്കിൽ മകൾക്കൊരു ഇച്ചിരി പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് മാതാപിതാക്കൾ ഡിഫെൻസീവാണ്. എൻ്റെ കുട്ടിക്കൊരു പ്രശ്നമില്ല, വീട്ടിലെന്താ ബുദ്ധിമുട്ട്, ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾ അധ്യാപകർക്ക് ഇങ്ങനെ ഓരോ കുറ്റം പറയണം എന്നുള്ളൊരു ഇതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ സഹകരണത്തിനേക്കാൾ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകും. അത് പാടില്ല. അപ്പം അധ്യാപകനായാലും എത്രയോ സമയം കുട്ടിയായിട്ട് ചെലവഴിച്ചിട്ടാണ് ഈ കോപത്തിൻ്റെ ചില ഭാവങ്ങളും അല്ലെങ്കിൽ അക്രമത്തിൻ്റെ ഭാവങ്ങളൊക്കെ കണ്ടെത്തുന്നത്. നമുക്ക് ഒത്തൊരുമിച്ച് ഇവനെ അല്ലെങ്കിൽ ഇവളെ ഒരു വൈകാരിക നിയന്ത്രണത്തിൻ്റെ ഒരു പക്വമായ തലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകണം എന്ന്, അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറയുമ്പം പൂർണ്ണ സഹകരണം കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ തൻപിള്ള പൊൻകുഞ്ഞ് എന്നുള്ള രീതിയിലേക്ക് എൻ്റെ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്ക് പോകാതിരിക്കേണ്ടി വരും. ഇതിലൊക്കെ പരസ്പര പൂരകമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു വലിയ കാലഘട്ടമാണത്. അത് ചെയ്തില്ലെങ്കിൽ ഇത് പതുക്കെ അതിൻ്റെ ഗൗരവം വർദ്ധിച്ച് സീരിയസ്നെസ് കൂടി ഒരുപക്ഷെ നാളെ ഒരു കുട്ടിയെ അടിച്ച് കൊന്നതിന് ശേഷമായിരിക്കാം ഇതൊരു വലിയ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏർലി ഡിറ്റക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡ്രഗ്സിൻ്റെ കാര്യത്തിലായാലും കോപനിയന്ത്രണത്തിൽ വരുന്ന പാകപ്പിഴകളുടെ കാര്യത്തിലായാലും ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ഈസ് ദ കീ. അപ്പോഴേ നമുക്ക് നന്നാക്കാൻ പറ്റുള്ളൂ. വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിവിട്ടുപോയി, പിന്നെ മറ്റൊരുപാട് ഘടകങ്ങൾ വന്നു ചേരും. കൂട്ടുകാരുടെ സ്വാധീനം വരും, സമാന രീതിയിൽ പ്രതികരിക്കുന്ന കോപം പ്രകടിപ്പിക്കുന്ന ആളുകളുടെ സ്വാധീനം വരും. നീ എന്തിനാ അച്ഛനെ അനുസരിക്കുന്നേ, നീ എന്തിനാ അവരെ പറയണ കേൾക്കണേ, നമുക്ക് തോന്നിയ പോലെ പോകാം, നമുക്ക് ഒളിച്ചോടി പോകാം, നേരെ ബോംബയ്ക്ക് പോകാം എന്നൊക്കെയുള്ള തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ആയി വരും. അതിന് കീഴ്പ്പെട്ടു പോകും. ഇപ്പോൾ ഈ അധ്യാപകരുടെ കാര്യം പറഞ്ഞു, അധ്യാപകരും പേരൻസും തമ്മിലുള്ള ഇപ്പോഴത്തെ ഒരു രീതിയുടെ കാര്യം പറഞ്ഞു. ഇപ്പം ഞാനൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ വഴക്ക് പറയും, ചിലപ്പോൾ ചൂരിലെടുത്ത് 2 അടിയൊക്കെ തരും. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിലും ഒരു കുട്ടീനെ നമ്മളിപ്പോൾ ഒരു വഴക്ക് പറയുകയോ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ തല്ലുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പേരൻസ് തന്നെയാണ് അതിനെ എതിർക്കുന്നത്. ശരിക്കും ഇങ്ങനെയൊരു തലത്തിലേക്ക് വിദ്യാഭ്യാസ രീതി പോകുമ്പോഴേക്കും അതിൻ്റെ പേരിലൊരു ഡിബേറ്റ് ഇപ്പോഴും നടക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ രീതി ഒരു തല്ലുന്നത് അത്ര വലിയ പ്രശ്നമായി മാറുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ കുട്ടികൾക്ക് ഒന്നിനെയും ആരെയും പേടിയില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകുന്നില്ല. അത് കൊടുക്കുന്നൊരു അവിടെയുള്ള അവരുടെ ഒരു ഫ്രീഡം, ഈ ദേഷ്യമൊക്കെ വന്നാൽ എങ്ങനെയും എന്തും കാണിക്കാം, എങ്ങനെയും എക്സ്പ്രസ് ചെയ്യാം എന്നൊരു തലത്തിലേക്ക് അവർ എത്തിക്കുന്നില്ലേ? നോക്കൂ, പണ്ടൊക്കെ നമുക്ക് അറിവ് കിട്ടണമെങ്കിൽ അധ്യാപകരെ ആശ്രയിക്കണമായിരുന്നു. പള്ളിക്കൂടത്തിൽ നിന്നുള്ള പാഠത്തിൽ നിന്ന് മാത്രമാണ് നമ്മൾ അറിവുകൾ ആർജിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സത്യത്തിൽ അറിവ് ആർജിക്കാനായിട്ട് അധ്യാപകരും വേണ്ട, പള്ളിക്കൂടം വേണ്ട. നിങ്ങൾ നേരെ ഓൺലൈനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെക്കാൾ കൂടുതൽ വളരെ ആകർഷകമായിട്ട് ഈ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഓൺലൈൻ പോർട്ടൽസ് ഉണ്ട്. അതുവഴി നമുക്ക് അറിവ് നേടാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയ കാലത്തെ പള്ളിക്കൂടങ്ങളുടെ റോൾ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. അധ്യാപകർക്ക് ഒരാദരവ് കിട്ടണമെങ്കിൽ അവർ ഈ ഓൺലൈനിൽ വരുന്ന ക്ലാസ് എടുക്കുന്ന ആളുകളെക്കാൾ നന്നായി ക്ലാസ് എടുക്കുന്നവരായിരിക്കണം. അതുമല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥികളെ വളരെ കൃത്യമായിട്ട് അവരുടെ മനസ്സറിയുന്ന
മെൻറ്റേഴ്സായിരിക്കണം. പുതിയ കാലത്തിൽ മെൻറ്റേഴ്സാകാൻ പറ്റിയാൽ മാത്രമേ ഒരുപക്ഷെ കുട്ടികളെ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ പണ്ടത്തെ ഒരു ആദരവ് ഇല്ലാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. അത് കുറേയൊക്കെ അധ്യാപകരെയും ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നുമുണ്ട്. കാരണം പണ്ടത്തെ പോലെയല്ല ഈ കുട്ടികൾ എന്നുള്ളത് അവരെ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടിയെ ശാസിക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മൾ ആദരിക്കാത്ത ഒരാൾ നമ്മളെ ശാസിക്കുന്നു എന്ന തോന്നലിൽ ഒരു കുട്ടിയെ ആ ശാസനയെ സ്വീകരിക്കുമ്പം അതിനോട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു പ്രതികരണം ആകണമെന്നില്ല. വടിയുടെ കാര്യം പറഞ്ഞു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ അത്യാവശ്യം അടിയൊക്കെ കൊണ്ടിട്ടുണ്ട്, അധ്യാപകർ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അധ്യാപകർ അടിക്കുക എന്ന് പറയുമ്പം അത് എന്തിൻ്റെ പ്രകടനമാണ് എന്നുള്ളതിലാണ് ഇതിൽ ഇഷ്യൂ വരുന്നത്. ഇപ്പം ഞാൻ നതാഷിനെ അടിക്കുന്നത് നതാഷ ചെയ്തിട്ടുള്ളൊരു പ്രവൃത്തി തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തിരുത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാനത് ശാന്തമായിട്ട് ചെയ്യണം. എൻ്റെ നതാഷ ചെയ്ത പ്രവൃത്തിയോടുള്ള കോപപ്രകടനത്തിൻ്റെ ആവിഷ്കാരമാവരുത്. ആ ആവിഷ്കാരമായി കഴിഞ്ഞാൽ നതാഷ പഠിക്കാൻ പോകുന്നത് കോപാവിഷ്കാരത്തിൻ്റെ ഒരു അപകടകരമായിട്ടുള്ള മാതൃകയാണ്. എനിക്ക് തന്നോട് ദേഷ്യം വന്നു, താൻ ചെയ്തതാകെ പ്രശ്നമായി. ഉടനെ ഞാൻ വടിയെടുത്ത് തലങ്ങും വിലങ്ങും തന്നെ അടിച്ചു, തുള്ളിച്ചാടി. തന്നെ എന്തിനടിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ തന്നോടൊട്ട് പറയുന്നുമില്ല. ബുദ്ധിപരമായിട്ടുള്ളൊരു ആശയവിനിമയം നടക്കുന്നുമില്ല. ആ തരം ഒരു അടി കൊണ്ട് എന്ത് പ്രയോജനം? ശരിയാണ്. നതാഷയ്ക്ക് എന്നോട് ദേഷ്യം തോന്നാം. അതിനും അപ്പുറമുള്ള അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടൊരു സാഹചര്യത്തിൽ വേറൊരാളിൽ നിന്നും അപ്രിയമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായി കഴിയുമ്പം എന്നെ സാറ് ചെയ്തതാണ് അയാളോടും ചെയ്യേണ്ടത് എന്നുള്ളൊരു തെറ്റായിട്ടുള്ള മാതൃകയുടെ മനസ്സിൽ കയറി. അപ്പോൾ ഏതൊരു ശിക്ഷണ നടപടിയിലും അത് നടത്തുമ്പോൾ നമ്മൾ ശാന്തമായിരിക്കണം. നമ്മൾ ശിക്ഷിക്കുന്ന വിദ്യാർത്ഥിയോട് നീ ചെയ്തിട്ടുള്ള അപ്രിയമായിട്ടുള്ള കാര്യം ഇതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റണം. അത് ബോധ്യപ്പെടുത്തിയ ശേഷം നീ ഇങ്ങനെ ഒരു അപ്രിയമായിട്ടുള്ള കാര്യം ചെയ്തതുകൊണ്ട്, വീട്ടിലാണെങ്കിൽ വീട്ടിൽ നിന്ന് പറയാതെ കാശെടുത്തിട്ടുണ്ടാവും, ഈ അപ്രിയമായിട്ടുള്ള കാര്യം അത് ചെയ്യാൻ പാടില്ല എന്ന് നിന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രത്യാഘാതം, ഒരു കോൺസിക്വൻസ് സെറ്റ് ചെയ്യുകയാണ്. ആ കോൺസിക്വൻസസ് ആണ് ഞാൻ തരാൻ പോകുന്ന ചെറിയൊരടി. അടിക്കണമെന്ന് തന്നെ ഇല്ല. നതാഷ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വൈകിട്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഷട്ടിൽ കളിക്കുന്നതാണെങ്കിൽ അപ്പം ഞാൻ അച്ഛനാണെങ്കിൽ ഞാൻ നതാഷയോട് പറയാം, ഇതോർക്കാൻ വേണ്ടിയിട്ട് 2 ദിവസത്തേക്ക് മോൾ കളിക്കണില്ല. ആഫ്റ്റർ 3rd day യു വിൽ പ്ലേ. പക്ഷേ ഈ 2 ദിവസം നീ വീട്ടിലിരുന്ന് അമ്മേനെ അടുക്കളയിൽ സഹായിക്കുന്നത് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നീ വീട്ടിൽ നിന്ന് അനുവാദം കൂടാതെ പൈസ എടുത്തു എന്നുള്ളതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ 2 നടപടികളിൽ ഏതായിരിക്കും നതാഷയുടെ പെരുമാറ്റം മാറ്റിക്കുറിക്കാനായിട്ട് ഉതകുക? ഞാൻ തല്ലിയതാണോ അതോ ഈ 2 ദിവസം നതാഷയെ കളിക്കാൻ വിടാത്തതാണോ? നാച്ചുറലി. അപ്പോൾ കുറേ കൂടെ മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് ഈ വക പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാം. പക്ഷെ അതിന് ക്ഷമ വേണം. കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ക്വാളിറ്റി ടൈം വേണം. നമ്മുടെ മാതാപിതാക്കൾക്ക് ഭൂരിപക്ഷത്തിനും ഇല്ലാതെ പോകുന്നത് അതാണ്. ദേ ഡോണ്ട് ഹാവ് ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് ദ ചൈൽഡ്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളൊരു ക്ഷമ അവർ കാണിക്കുന്നില്ല. അങ്ങനെ ഉള്ള ഒരു ന്യൂനതയുടെ, അങ്ങനെയുള്ള പഴുതുകളിലൂടെയാണ് കുട്ടികളിൽ ഈ വൈകാരിക നിയന്ത്രണത്തിൻ്റെ പാകപ്പിഴകളായി വരുന്ന കോപം, അതുപോലുള്ള അക്രമം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കടന്നു കയറി വരുന്നത് എന്നുള്ളത് മാതാപിതാക്കളും അറിയേണ്ടതുണ്ട്. ആം ഐ സ്പെൻഡിങ് ഇനഫ് ടൈം വിത്ത് മൈ ചൈൽഡ്? എല്ലാവരും പറയും യെസ്. നിനക്ക് മാർക്ക് എത്ര കിട്ടി? നീ എന്താ ഇംഗ്ലീഷിന് മോശമായേ? നീ എന്താ കണക്കിന് മോശമായേ? ഇങ്ങനെയൊക്കെ ചോദിക്കാനൊക്കെ ആയിട്ട് ഞാൻ എത്ര സമയമാണ് ഡോക്ടറെ ചിലവഴിക്കുന്നത്? നോ. ഹാവ് യു ഹേർഡ് ഹർ? അവളുടെ മനസ്സിലുള്ള എന്തെങ്കിലും വിഷമങ്ങൾ, സന്തോഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഇരുന്ന് കൊടുത്തിട്ടുണ്ടോ? പോട്ടെ, നിങ്ങൾ ഈ ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഈ ശിക്ഷിക്കുന്നതിന് മുമ്പ് ഈ പ്രവൃത്തിയാണ് തെറ്റ്, നീ എനിക്ക് പ്രിയപ്പെട്ടയാളാണ്, നീ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ നല്ല കാര്യങ്ങളെ ഒന്ന് എടുത്തു കാണിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ട് നിൻ്റെ ഈ പെരുമാറ്റം മോശമായിപ്പോയി, അതിനാണ് ഞാൻ പ്രത്യാഘാതം സെറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള 2 വരിയോടെ പറഞ്ഞിട്ടാണോ നിങ്ങൾ ശിക്ഷിക്കുന്നത്? ഇല്ല. അതിൻ്റെ ആവശ്യം എന്താ? അതിന് ഭയങ്കര ആവശ്യമുണ്ട്. അവിടെയാണ് ഔഷധ ഗുണം.
മനസ്സിലായി? ആ കമ്മ്യൂണിക്കേഷനിലാണ് ഔഷധ ഗുണം. അതാണ് വേണ്ടത്. അതാണ് വേണ്ടതും. പക്ഷേ നോ ടൈം. പേരൻസ് എല്ലാം പറയുന്ന നോ ടൈം. അധ്യാപകർ പറയുമ്പം ഈ കണ്ട പിള്ളേരുടെ ഹോംവർക്കും അതുപോലുള്ള കാര്യങ്ങളും ബുക്സ് നോക്കലും കറക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരുടെ പേഴ്സണാലിറ്റി നോക്കാൻ നോ ടൈം. രണ്ടു കൂട്ടർക്കും നോ ടൈം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കുട്ടികൾ അക്രമകാരികളാവുന്നതിന് നമ്മളല്ലേ ഉത്തരവാദികൾ? അവർ കോപം പ്രകടിപ്പിക്കുന്നവരാണെങ്കിൽ നമ്മളല്ലേ ഉത്തരവാദികൾ? അവരെന്തിനു പീനലൈസ് ചെയ്യുന്നു? സർ, ഇപ്പോൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് നമ്മളൊരു അഡോളസൻസ് ഏജിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ഫിസിക്കലി മെൻ്റലി ഒക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഈ മെൻ്റലി ഉള്ള മാറ്റങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ ഉണ്ടാവും. ഇച്ചിരി ദേഷ്യമൊക്കെ കൂടുതൽ പ്രകടിപ്പിക്കുന്ന സമയമായിരിക്കാം. പക്ഷേ അതിൽ നിന്നും ആ ഒരു ദേഷ്യത്തിൽ നിന്ന് നമുക്ക് ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ദേഷ്യം അതിലേക്ക് തലത്തിലേക്ക് എത്തുന്നു എന്ന് കരുതുക. അപ്പോൾ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാനാകും? ഒരു നോർമലി അഡോളസൻസ് ഏജിലുള്ളൊരു ദേഷ്യവും അതല്ല, അത് അങ്ങനത്തെ ആ ഒരു ലെവലല്ല, അതിനപ്പുറത്തേക്ക് കടന്നു എന്നെങ്ങനെ നമുക്ക് തിരിച്ചറിയാനാകും ഒരു പേരൻറ്റിനായാലും ടീച്ചറിനായാലും? കൗമാരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരുന്നതാണ്. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റോസ്റ്ററോൺ വന്നു കയറുന്ന സമയമാണ്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈസ്ട്രജനും പ്രൊജസ്ട്രോണൊക്കെ വരുന്നു, ആർത്തവം വരുന്നു, രൂപത്തിൽ വ്യത്യാസങ്ങൾ വരുന്നു, ആൺകുട്ടികളുടെയും രൂപത്തിൽ വ്യത്യാസം വരുന്നു. ഈ ഹോർമോൺസ് എല്ലാം തലച്ചോറിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺസ് തന്നെയാണ്. ഇതിൻ്റേതായിട്ടുള്ള ഭാവമാറ്റങ്ങൾ അവരുടെ പെരുമാറ്റങ്ങളിലൊക്കെ ഉണ്ടാവാം. പെൺകുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ആർത്തവത്തിന് തൊട്ട് മുമ്പുള്ള സമയത്ത് മൂഡ് ഓഫ് ഉണ്ടാവാം. ആ തരത്തിലുള്ള ചില വൈകാരിക ബുദ്ധിമുട്ടുകളുണ്ടാവാം. ആർത്തവവുമായിട്ട് പൊരുത്തപ്പെടാത്ത സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് വിഷാദം ഉണ്ടാവാം. ആ വിഷാദം സങ്കടവും കരച്ചിലുമായിട്ടാവണമെന്നില്ല, ചിലപ്പം അകാരണമായിട്ടുള്ള ദേഷ്യമായിട്ടായിരിക്കാം പ്രകടിപ്പിക്കപ്പെടുന്നത്. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റോസ്റ്ററോണൊക്കെ വരുമ്പോൾ കുറച്ച് അഗ്രസീവ് ആവാം, അക്രമ രീതികളിലേക്കൊക്കെ പോവാം. പിന്നെ കുറേ കൂടെയൊക്കെ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള താല്പര്യം വരുന്നു. ഇന്നത്തെ കാലത്ത് പോണോഗ്രാഫിയൊക്കെ കാണുന്ന രീതിയിലുള്ള ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവാം. ഇതിൻ്റെ നോർമാലിറ്റിയെ, ഇതൊരു സ്വാഭാവികമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണം അനുഭാവപൂർവം അവരെ കൈകാര്യം ചെയ്യാൻ. എന്നാൽ അത് ആ കുട്ടികളുടെ മുന്നോട്ടുള്ള പോക്കിലും പഠനത്തിലും മറ്റുള്ള കൂട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന രീതിയിലുമൊക്കെയുള്ള കോപപ്രകടനങ്ങളോ അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ പ്രോബ്ലംസോ ഒക്കെ ആയി പ്രകടിപ്പിക്കപ്പെടാൻ തുടങ്ങുമ്പം അതൊരു അപായ സൂചനയാണ്. ദേ നീഡ് ഹെൽപ്പ്. മനസ്സിലായില്ലേ? ചില കുട്ടികൾ ആത്മഹത്യാ പ്രവണതകൾ ഈ ഘട്ടത്തിൽ പറയാൻ തുടങ്ങും. ചിലപ്പോൾ കൈയൊക്കെ ചുമ്മാ മുറിക്കാൻ തുടങ്ങും ഫ്രസ്ട്രേഷൻ വരുമ്പം. അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ കാണുന്നു. ഉറക്കം കുറയുന്നു, പഠിത്തത്തിൽ ശ്രദ്ധ പോകുന്നു, ഉൾവലിയുന്നു, പഴയ പോലുള്ള കൂട്ടുകാരുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടുണ്ടാവുന്നില്ല, തൊട്ടതിനും പിടിച്ചതിനും കലി കാണിക്കുന്നു, ദേഷ്യം കാണിക്കുന്നു, ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് ഞാൻ വീട് വിട്ടിറങ്ങി പോകുന്നു എന്നുള്ള രീതിയിലുള്ള ചില വിരട്ടലുകൾ കാണിക്കുന്നു. അത്ര കണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില ഗ്യാങ്ങുകളുമായിട്ടുള്ള ചില കൂട്ടുകെട്ടുകൾ വരുന്നു. ഇതെല്ലാം അപായ സൂചനകളാണ്. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ആ സമയത്ത് ഒരു ടേമുണ്ട്, കൗമാരപ്രായക്കാരെ മുഴുവൻ സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു ജുവനോവിയ എന്ന് പറയുന്ന ഒരു പാരനോയിയ എന്നൊക്കെ പറയണ ഒരു ജുവനോവിയ എന്നുള്ള രീതിയിൽ കണക്കാക്കുന്ന ഒരു ശൈലിയുണ്ട്. ഇവള് ശരിയല്ല, ഇവൻ ശരിയല്ല, ഇവള് ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അഫെയർ ഉണ്ട് അവന്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കണം നമുക്ക്. അല്ലെങ്കിൽ അവൻ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവന് 3-4 പെണ്ണുങ്ങളുമായിട്ട് ലൈനുണ്ട്. അങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിട്ടല്ല കൗമാരത്തിനെ കൈകാര്യം ചെയ്യേണ്ടത്. വിശ്വാസത്തിൻ്റെ തണലിൽ നിർത്തിയിട്ടാണ് ഒരു പക്ഷേ അവരിൽ നിന്ന് തന്നെയാണ് അവരുണ്ടാക്കുന്ന കുരുത്തക്കേടുകൾ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനുള്ള ഒരു സ്പേസ് തുറക്കേണ്ടത്. പക്ഷെ നേരെ തിരിച്ചാണ് നമ്മുടെ ഒരു ശൈലി പലപ്പോഴും. അത് പലപ്പോഴും അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അങ്ങനത്തെ ഫ്രസ്ട്രേഷനൊക്കെ വരുമ്പോഴാണ് അവർ ഇത് തള്ള വൈവാണ്, തന്ത വൈവാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ പഴി പറയും. അപ്പം നമ്മുടെ കലി വീണ്ടും കൂടും, നമ്മളും കലി തുള്ളും, അവരും കലി തുള്ളും. മൊത്തത്തിൽ കലിയാണ് ശരി എന്നുള്ള ഒരു രീതിയിലേക്ക് ഗാർഹിക അന്തരീക്ഷം മാറുകയും ചെയ്യും. ഇപ്പം സാർ ഇപ്പോൾ ഒരുപാട് കേസസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഇടയിലുള്ള അല്ലെങ്കിൽ ഒരു കൗമാരക്കാരുടെ ഇടയിലുള്ള ഒരു ദേഷ്യം, അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാനസിക രോഗം എന്ന നിലയിലേക്ക് എത്തുന്ന രീതിയിലുള്ള കേസസ് ഒക്കെ സാറും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ലേ? മാനസിക രോഗത്തിൻ്റെ തലത്തിലേക്ക് പോകുന്ന തരത്തിൽ
ഉള്ള കോപപ്രകടനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന് പശ്ചാത്തലമായിട്ട് പലപ്പോഴും ചില ക്ലിനിക്കൽ ഡയഗ്നോസിസും ഉണ്ടാവും. രോഗം എന്ന് പറയാതെ ഒരു ടെമ്പറമെൻ്റൽ ട്രെയ്റ്റ് ആയിട്ട് വരുന്ന ഓപ്പോസിഷണൽ ഡെഫിയൻ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു നിഷേധ സ്വഭാവമുള്ള തരത്തിലുള്ള കുട്ടികളെ ധാരാളമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അനുസരണക്കേട്, എതിർത്ത് പറയൽ, വൈരാഗ്യ ബുദ്ധി കൊണ്ട് നടക്കൽ, ആരെങ്കിലും ഇങ്ങോട്ടൊരു പണി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടൊരു മറുപണി അതിനേക്കാൾ ഭീകരമായിട്ടുള്ളത് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള വൈരാഗ്യ ബുദ്ധി കൊണ്ട് കിടക്കുന്നവരുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവരുണ്ട്, അധ്യാപകരോട് എതിർത്ത് പറയുന്നവരുണ്ട്, നിയമങ്ങളെ തട്ടിത്തെറിപ്പിച്ച് പോകാനുള്ള താല്പര്യമുള്ള ആളുകളുണ്ട്. വീട്ടിലൊരു 2 വീലർ ഇരിപ്പുണ്ടെങ്കിൽ അപ്പനറിയാതെ അതിൻ്റെ കീ എടുത്തിട്ട് വയസ്സും പ്രായമൊന്നും നോക്കാതെ അതും കൊണ്ട് കറങ്ങി കൂട്ടുകാരെ കയറിയിട്ട് അപകടത്തിൽപ്പെടുന്ന രീതിയിലുള്ള തരത്തിലുള്ള നിഷേധ സ്വഭാവങ്ങൾ, ഇതൊക്കെ ഭാവിയിൽ ഇവനൊരു വ്യക്തിത്വ വൈകല്യത്തിലേക്ക് പോകാനിടയുണ്ട് എന്നുള്ള സൂചനകളാണ്. തക്ക സമയത്ത് ഇടപെട്ട് അതിനു വേണ്ടിയിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയാൽ അത് ഒരു പരിധി വരെ പരിഹരിക്കാവുന്നതാണ്. പലതരത്തിലുള്ള കോണ്ടാക്ട് പ്രോബ്ലംസ് ഉണ്ട്. കാരണം മദ്യം ഉപയോഗിക്കുക, ഒളിച്ചോടുക, ഒരുപാട് റിലേഷൻഷിപ്പിൽ പെടുക, ഈ തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളുമുണ്ട്. ഇതെല്ലാം ആ പ്രായത്തിൽ ഇത് സൂചനകളാണ്. ഇടപെടണം, അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ കാണണം, അവനെ അല്ലെങ്കിൽ അവളെ പക്വതയിലേക്ക് നയിക്കണം എന്നുള്ള ചില സൂചനകളാണ്. ആ സന്ദർഭത്തിൽ അത് ചെയ്യേണ്ടതാണ്. പല മാതാപിതാക്കൾക്കും അതിനുള്ള ക്ഷമയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ലോങ് ഡ്രോൺ പ്രോസസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് കൺസൾട്ട് ചെയ്തോ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലെ കാണിച്ചുകൊണ്ട് തീരുന്നതല്ല. അതിൻ്റെ റിസൾട്ട്സ് നോക്കേണ്ടി വരും. അത് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട അധ്യാപകരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യേണ്ടി വരും. സ്കൂളിലെ കൗൺസിലേഴ്സിൻ്റെ ഹെൽപ്പ് എടുക്കേണ്ടി വരും. അങ്ങനെ വിവിധ തലത്തിലുള്ള ഇടപെടലുകൾ വഴി ഒരു പക്ഷേ 1-2 വർഷം കൊണ്ട് വരുന്ന മാറ്റങ്ങളാണ്. പക്ഷെ അതിനുള്ള ക്ഷമ പലരും കാണിക്കാറില്ല. ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ എല്ലാ മാജിക്കും കൂടെ ഇപ്പോൾ ഉടനെ ചെയ്തു തരണം എന്നുള്ള ടിപ്പിക്കൽ മലയാളി സ്വഭാവത്തിലാണ് നമ്മുടെ പേരൻസ് പോകുന്നത്. കുറേ കൂടെ ഗൗരവമായിട്ടുള്ള ചില ക്ലിനിക്കൽ സിറ്റുവേഷൻസ്, ഇപ്പോൾ ഡിപ്രസീവ് ഡിസോർഡർ വരുന്നു. കുട്ടികളിലും വിഷാദം ഉണ്ടാവാറുണ്ട്, വിഷാദ രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ആൺകുട്ടികളിലത് പലപ്പോഴും അമിതമായിട്ടുള്ള കോപമായിട്ടും പെരുമാറ്റ വൈകല്യമായിട്ടും അനുസരണക്കേടായിട്ടും അക്രമവാസനകളൊക്കെ ആയിട്ട് ആണ് അത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അതിലൊരു വിഷാദ രോഗമായിരിക്കാം. ചിലതരം സൈക്കോട്ടിക് ഇൽനെസ്സസിലും ദേഷ്യങ്ങൾ കാണാം. ശ്രദ്ധാവൈകല്യമുള്ള കുട്ടികൾ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറുള്ള കുട്ടികൾക്ക് അവർക്ക് അവരുടെ പഠനങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റില്ല. ഈ ശ്രദ്ധയുടെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ വരാം. അത് അവരിൽ വല്ലാത്ത ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാം, നൈരാശ്യം ഉണ്ടാക്കാം. ക്ലാസ്സിൽ അവർ ഒരു പിന്തള്ളപ്പെട്ടു പോകുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ചിലപ്പോൾ അധ്യാപകരിൽ നിന്നുണ്ടാവാം. അതുകൊണ്ടുണ്ടാവുന്ന ഒരു ഇച്ഛാഭംഗത്തിൻ്റെ ഫലമായിട്ട് അവർ സ്വതവേ അവരുടെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിൽ ഒരു എടുത്തിയാട്ടമൊക്കെ ഉള്ളതാണ്. അത് അവർ പലരും കോപപ്രകടനങ്ങളിലേക്കൊക്കെ വഴുതി വീഴാം. അപ്പോൾ ബേസിക്കായിട്ട് അമിതമായിട്ടുള്ള കോപമാണ് എന്ന് മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ തോന്നുന്ന സാഹചര്യങ്ങളിൽ ഒരു ക്ലിനിക്കൽ അസസ്മെൻറ്റ് നല്ലതാണ്. അത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ഉണ്ടോ, അതോ ഒരു ഗൈഡൻസ്, ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു സൈക്കോതെറാപ്യൂട്ടിക് ഹെൽപ്പ് ആണോ വേണ്ടത് എന്നുള്ള രീതിയിലേക്ക് തിരുത്തലിന് വേണ്ടിയിട്ടുള്ള ഒരു തുറന്ന മനസ്സാണ് വേണ്ടത്. അത് സ്നേഹം വിടാതെ ചെയ്യാൻ വേണം. ഈ കോപം വരുമ്പോഴൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപിക്കുന്ന ആളോട് നമുക്ക് സ്നേഹമല്ല തോന്നുക, വെറുപ്പാണ് തോന്നുക. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ അത് ആ ഒരു ട്രാപ്പിൽ പെടാൻ പാടില്ല. സ്നേഹം കൈവിടാതെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ആ മനസ്സ് നിലനിർത്തിക്കൊണ്ട് തന്നെ അവൻ്റെയോ അവളുടെയോ എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അതെപ്പോഴും പ്രകീർത്തിച്ചുകൊണ്ട് കൊള്ളാം, നീ അത് ചെയ്തു, നീ നല്ലൊരു പാട്ട് പാടി, നീ നല്ലൊരു കാര്യം ചെയ്തു എന്നുള്ളത് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഐ ആം ഗുഡ് ഇനഫ് എന്നുള്ള ആ ഒരു തോന്നലുണ്ടാക്കി ഒരു കാരണവശാലും ആ കുട്ടിയുടെ സ്വയം മതിപ്പിന് യാതൊരു വിധത്തിലുള്ള കോട്ടവും വരാതെ തന്നെ വേണം അവൻ്റെ ഈ കോപം അല്ലെങ്കിൽ അവളുടെ ഈ കോപം കൈകാര്യം ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മളത് മറന്നു പോകും.